നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ഡ്രോയിങ് ക്ലാസ് ഉണ്ടെന്നും എനിക്ക് അവിടെ പഠിക്കാൻ പോകണമെന്നും പറഞ്ഞപ്പം ഒരു ഉപേക്ഷയും പറയാതെ അല്ലെങ്കിൽ ഒരു നോയും പറയാതെ ധൈര്യമായിട്ട് പോയി പഠിയെന്ന് പറഞ്ഞ ആളാണ് ഏട്ടൻ. അപ്പോൾ ഇന്ന് ഏട്ടനാണ് എന്നെ ക്ലാസ്സിന് കൊണ്ടാക്കിയത്. സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ഏട്ടൻ വീട്ടിലുണ്ടായിരുന്നു. ഞാനിന്ന് ചെന്നപ്പം എൻ്റെ കയ്യിലോട്ട് ഈ ഒരു ലാൻഡ്സ്കേപ്സിൻ്റെ പെൻസിൽ ഷെയ്ഡിങ്ങിൻ്റെ ഒരു ബുക്കാണ് തന്നത്. അതിൽ ഈ ഒരു പടം വരയ്ക്കാനാണ് ആർഷ എന്നോട് പറഞ്ഞത്. ആദ്യമേ എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, കാരണം ഇങ്ങനത്തെ ഒരു പടമൊന്നും ഞാൻ ഇതുവരെ തനിയെ വരച്ചിട്ടില്ല. എങ്കിലും ഞാനതൊരു നോ എന്നും പറയാതെ എന്നാ പിന്നെ നോക്കിക്കളയാവുന്ന രീതിയിൽ വരച്ചു തുടങ്ങി. ഇത് കണക്ക് കുഞ്ഞു കുഞ്ഞു തെങ്ങുകളൊക്കെയാണ് വരച്ചത്. അപ്പം ആർഷ വന്നിട്ട് പറഞ്ഞു നമുക്ക് മേളീന്ന് തുടങ്ങാമെന്ന്, അതായത് സ്കൈ ഒക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് തുടങ്ങാമെന്ന്. അങ്ങനെ ആർഷ ചെറുതായിട്ടെല്ലാം കാണിച്ചു തന്നു. ആകാശത്തിന്റെ പെൻസിൽ ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് ഞങ്ങൾ നേരെ ആ തെങ്ങിൻ തോപ്പിൽ രണ്ട് വലിയ തെങ്ങുകൾ അങ്ങ് വരയ്ക്കാൻ തുടങ്ങി. ഇല എങ്ങനെയാ വരയ്ക്കേണ്ടതെന്നൊക്കെ നേരത്തെ ഓൾറെഡി നമ്മൾ ട്രീസിന്റെ സെക്ഷൻ വരച്ചപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും വരയ്ക്കാൻ ഇഷ്ടമുള്ള മരവും അതിനുശേഷം തെങ്ങായിരുന്നെന്ന്. അത് സിമ്പിളും നൈസും ആണ് കേട്ടോ. ആർഷ എല്ലാം പറഞ്ഞു തന്ന് വരച്ചൊക്കെ കാണിച്ചിട്ട് പോയി. ഇനി നമുക്ക് ആ തെങ്ങിൻ തോപ്പിൽ ഈ തെങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ വരച്ചതാ നമ്മുടെ തെങ്ങ് ഏകദേശം ഈ പരുവമായിട്ടുണ്ട്. തെങ്ങ് വരയ്ക്കാൻ നല്ല രസമാണ് കേട്ടോ. അതിൻ്റെ ഇല വരയ്ക്കാൻ പ്രത്യേക ഒരു സുഖമാണ്. പ്രത്യേകിച്ച് പാടൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. തടിയുടെ ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഞാൻ വരച്ചിട്ട് നേരെ ആർഷയെ കൊണ്ടുവന്ന് കാണിച്ച് ഓരോന്നും കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ആർഷയെ കാണിക്കണം. അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ ശരിയുണ്ടെങ്കിലോ അടിപൊളിയാണെങ്കിലോ ഒക്കെ ആർഷ നമുക്ക് കോംപ്ലിമെന്റ്സ് തരും. അന്ന് ഞാൻ രാവിലെ 8 മണിക്ക് ക്ലാസ്സിന് ചെന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അഭിനവും പാർട്ടിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അഭിനവ് 10 മണിയുടെ ബാച്ചായിരുന്നു അന്ന്. ഡെയിലി നമുക്ക് 2 മണിക്കൂറാണ് ക്ലാസ് വരുന്നത്. അഥവാ ഒരു ദിവസം നമ്മൾ ക്ലാസ്സിന് വന്നില്ലെങ്കിൽ നമുക്ക് സാറ്റർഡേ സൺഡേ 8 മണി തൊട്ട് 12 മണി വരെ, അതായത് 4 മണിക്കൂറിനൊക്കെ ക്ലാസ്സിന് ഇരിക്കാം കേട്ടോ. അന്ന് നമ്മുടെ 2 കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സാറായിരുന്നു മുരളി സാറ്. മുരളി സാറിൻ്റെ മക്കളാണ് കേട്ടോ, ട്വിൻസാണ്. അപ്പം അവരുടെ ബർത്ത്ഡേ ആയിരുന്നു. നമുക്ക് മിഠായി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആർഷ വന്ന് നമ്മളെടുത്ത് ഇങ്ങനെയാണ് അങ്ങനെയാണ് അത് വരയ്ക്കേണ്ടതൊക്കെ നല്ല കറക്റ്റായിട്ട് പറഞ്ഞു തരും. എന്നാലേ നമുക്ക് ആ ദൂരെ നിന്നുള്ള വ്യൂ ഒക്കെ അതിൽ അടിപൊളിയായിട്ട് കിട്ടത്തോളൂ, പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തോളൂ എന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് വരയ്ക്കാൻ തന്നെ ഒരു നല്ല സുഖമാണ് കേട്ടോ. വരയ്ക്കുമ്പോൾ ഇടയ്ക്ക് തെറ്റുകളൊക്കെ വരാറുണ്ട്. ഇപ്പോൾ ആ 2 തെങ്ങുകൾക്കിടയിൽ ഞാൻ ചെറിയതായിട്ട് വരച്ചേക്കുന്ന തെങ്ങുകളെല്ലാം തെറ്റായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് മുകളിലായിപ്പോയി. അതുകൊണ്ട് അതൊക്കെ മായ്ച്ച് പിന്നെയും ഞാൻ ഒന്നുകൂടെ വരച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ 10 മണിക്ക് വന്നവരുടെ ഇന്റർവൽ ടൈം ആയി. സാധാരണ ഞാൻ അവരുടെ കയ്യിൽ നിന്നല്ലേ എന്ന് സ്നാക്സ് ഒക്കെ മേടിച്ച് കഴിക്കുന്നത്. അങ്ങനെ ഞാൻ എന്നും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരണമെന്ന് കരുതും, പക്ഷേ അങ്ങ് മറന്നു പോകും ആ ഒരു ധൃതിക്കൊക്കെ വരുമ്പം. അങ്ങനെ ഇന്ന് ഞാൻ ക്ലാസ്സിന്റെ വെളിയിൽ പോയി അവർക്ക് വേണ്ട കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിച്ച് പിള്ളേർക്ക് കൊണ്ട് കൊടുത്തു. അവരുടെ കയ്യിൽ നിന്ന് എനിക്കും ഒരു ബിസ്ക്കറ്റ് കിട്ടി കേട്ടോ. നല്ല രസമാണ് അവരത് ഷെയർ ചെയ്ത് കഴിക്കാൻ. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കൊണ്ടുപോയ സ്നാക്സ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പം അവർക്കിടയിൽ ഒരു കുട്ടിയായിട്ടിരുന്ന് ഇങ്ങനെയൊക്കെ ഷെയർ ചെയ്ത് കഴിക്കാൻ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. എല്ലാവർക്കും കൊണ്ടുവന്ന് ഈക്വലായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഷെയറിംഗ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യാറുണ്ട്. അതിപ്പോൾ ആർഷ എന്ന് പറയുന്നത് ഞങ്ങളുടെ ടീച്ചറായാലും കുഞ്ഞുങ്ങളായാലും ഞാനായാലും എല്ലാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. പിന്നെ ഇതൊക്കെ ഇന്റർവൽ ടൈമിലേ നടക്കത്തുള്ളൂ കേട്ടോ. ഇന്റർവൽ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് അവിടെ നനങ്ങാതിരുന്ന് വരച്ചോണം.
അങ്ങനെ ഇന്റർവെല്ലൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ പടം വരയിലേക്ക് തിരിച്ചു വന്നു. ഇനി നമുക്ക് കുറച്ച് തോണിക്കാരെയൊക്കെ വരയ്ക്കാനുണ്ട്, അതൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. പക്ഷെ നമ്മുടെ തോണിക്കാരെ ഇന്ന് വരച്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല കേട്ടോ. ഇന്നത്തെ സമയം കഴിഞ്ഞ് അഭിനവ് ടാറ്റ എന്ന് കണ്ടില്ലേ, എല്ലാരും വീട്ടിൽ പോവാൻ പോവാണ്. അപ്പൊ അതിനു മുന്നേ ഞാൻ ആർഷയെ കൊണ്ടുപോയി വരച്ചതൊക്കെ ഒന്ന് കാണിച്ചു. അവിടെ വീഡിയോ എടുക്കൽ ഇച്ചിരി പാടുള്ള പരിപാടിയാണ് കേട്ടോ. ഇതേ കണക്ക് ഫോണൊന്നും എടുത്ത് വെച്ചാൽ മതി, അവയവും കൂട്ടരുതാ, ഇതൊക്കെയാണ് പരിപാടി. അങ്ങനെ ക്ലാസ് ഒഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സും കഴിഞ്ഞു. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പൊ ഞങ്ങൾ നേരെ വീട്ടിൽ പോവുകയാണ്. ആർഷയ്ക്കൊരു ടാറ്റയൊക്കെ പറഞ്ഞ് പിള്ളേരോടും ടാറ്റയൊക്കെ പറഞ്ഞ് ഇനി നേരെ വീട്ടിൽ പോന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ.